അല്ല, ഇതിനകത്ത് നമുക്ക് ശോഭ സുരേന്ദ്രൻ ബന്ധപ്പെട്ട വിവാദങ്ങൾ അവിടെ നിൽക്കട്ടെ. ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ ശോഭയുടെ ആരോപണം ബി.ജെ.പി. സംസ്ഥാന കമ്മിറ്റി മുഖവിലക്കെടുക്കുന്നില്ലേ? അത് വെറുതെ പറഞ്ഞതാണെന്നാണോ കരുതുന്നത്? അല്ല, ഞാൻ പറഞ്ഞു, ഇതിനകത്ത് പ്രകാശ് ജാവേദ്കറും ഇ.പി. ജയരാജനും തമ്മിലുള്ള സംഭാഷണത്തിൽ പേരും വരുത്തിയിട്ടുള്ള ക്ലാരിറ്റി, അതിനപ്പുറത്തേക്കുള്ള ആഖ്യാനങ്ങൾ ചമയ്ക്കുന്നുണ്ട്. പലതരത്തിലുള്ള ആഖ്യാനങ്ങളുണ്ട്. ആഖ്യാനങ്ങൾക്ക് ഇതിനകത്ത് പ്രസക്തിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ശോഭ പറഞ്ഞതിന് പ്രസക്തിയില്ല എന്നാണോ പ്രിന്റ് പറയുന്നത്? അല്ല, ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടല്ലോ. ശോഭാ സുരേന്ദ്രൻ ഒരു കേസ് മാത്രമല്ല, ഇപ്പം ദല്ലാൽ നേതാവുമാരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് അവർ കേസിന് പോകുന്നുണ്ട്. അവർക്കെല്ലാം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം അവർ പറഞ്ഞ കാര്യങ്ങളുടെ പ്രസക്തി അവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങളിലാണ് വ്യക്തത വരുത്തേണ്ടത്. ശോഭാ സുരേന്ദ്രന്റെ ആരോപണം നിങ്ങൾ ഓൺ ചെയ്യുന്നുണ്ടോ? അതാണ് എന്റെ ക്വസ്റ്റ്യൻ. അല്ല, ഇതിനകത്ത് ഞാൻ പറയട്ടെ, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ പല ആളുകളുമായി പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവും നേതൃത്വം. ഇതിനകത്ത് നമുക്കറിയില്ല, ഇങ്ങനെയുള്ള ചർച്ചയുടെ ഭാഗമായിട്ടാണല്ലോ നമ്മളുടെ അനിൽ ആന്റണി, അല്ലെങ്കിൽ നമ്മുടെ പത്മജ വേണുഗോപാൽ, അല്ല അബ്ദുള്ളക്കുട്ടി തുടങ്ങിയ ആളുകളൊക്കെ ബി.ജെ.പിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ ഇ.പി. ജയരാജന് ബി.ജെ.പിയിലേക്ക് ക്ഷണിക്കാൻ വേണമെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് പ്രകാശ് ജാവേദ്കറും ഇ.പി. ജയരാജനുമാണ്. അപ്പോൾ പ്രകാശ് ജാവേദ്കറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കൃത്യമായിട്ട് ഇതിനകത്ത് പറഞ്ഞത്, അദ്ദേഹത്തിന്റെ വാക്കുകൾ നമ്മൾ ഇപ്പോഴും അദ്ദേഹം പറഞ്ഞൊരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിലെ എല്ലാ മുന്നണി നേതാക്കളുമായിട്ട് ഞാൻ ചർച്ച നടത്തിയിട്ടുണ്ട്, അത് വിവിധ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ അദ്ദേഹം പുറത്തു പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. ഓക്കെ പ്രിന്റു, അപ്പോഴും എൻ്റെ ക്വസ്റ്റ്യൻ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചർച്ച നടത്തിയിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് ചെയ്തിട്ടുണ്ട്, അത് നമുക്കറിയില്ല. അത് പ്രകാശ് ജാവ്ദേക്കറും ഇ.പി. ജയരാജൻ പറഞ്ഞത് നമുക്കറിയും. പക്ഷേ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് നിങ്ങൾ ഓൺ ചെയ്യുന്നില്ല. അതിനർത്ഥം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ശോഭാ സുരേന്ദ്രൻ ബി.ജെ.പിക്ക് ഒരു പണിയെന്നാണോ? അല്ല, അങ്ങനെ അതിനെ കാണാൻ സാധിക്കില്ല. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുമായി ബന്ധപ്പെട്ട മറുപടിയുടെ ഭാഗമായി അവർ പറഞ്ഞൊരു കാര്യമാണ്. ആ കാര്യമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ കൃത്യമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടിയുടെ നിലപാട് എന്ന് പറയുന്നത് പ്രകാശ് ജാവേദ്കറുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പാർട്ടി ഓൺ ചെയ്യുന്നില്ല, അത് അവരുടെ വ്യക്തിപരമായ കാര്യത്തിനിടയ്ക്ക് അവർ പറഞ്ഞു പോയ ഒരു കാര്യമാണ്. പക്ഷേ ആ പറഞ്ഞു പോയ കാര്യമാണ് കൂടുതൽ ഗുരുതരം. അദ്ദേഹം ബി.ജെ.പിയിൽ ചേരാൻ വേണ്ടി ഡൽഹിയിലെത്തി, ഭീഷണികൾ കൊണ്ട് തിരിച്ചുപോയി എന്നൊക്കെയാണ് ശോഭ ആരോപിക്കുന്നത്. അല്ല, ഇതിനകത്ത് ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട് അനവധി നേതാക്കൾ ബി.ജെ.പിയിൽ ജോയിൻ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പ്രത്യേക സാഹചര്യമുണ്ട്. ആ സാഹചര്യവുമായി ബന്ധപ്പെട്ട് ഇ.പി. ജയരാജൻ അതിന് തയ്യാറായോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടത് പ്രകാശ് ജാവേദ്കറുമായി ബന്ധപ്പെട്ട അദ്ദേഹമാണ്. അദ്ദേഹം ഈ കാര്യത്തിൽ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ സ്റ്റാൻഡ് പറഞ്ഞിട്ടുണ്ട്. ആ സ്റ്റാൻഡിനപ്പുറത്തേക്ക് എനിക്കൊരു ആഖ്യാനം നടത്താൻ സാധിക്കില്ല അജിം സാർ. അതെനിക്ക് മനസ്സിലായി. അതാണ് ഞാൻ ചോദിക്കുന്നത്, ശോഭാ സുരേന്ദ്രൻ ശരിക്കും നിങ്ങളെ കെണിയിലാക്കുകയായിരുന്നു ചെയ്തത്? അല്ല, അതിനെ വ്യാഖ്യാനിക്കണ്ട. ശോഭാ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ് ഇ.പി. ജയരാജന് ബന്ധപ്പെട്ട വസ്തുതകളും അത് പറയാനുള്ള സാഹചര്യവും സന്ദർഭങ്ങളും ഒക്കെ അവിടെ നിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ശോഭാ സുരേന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് പൊതുസമൂഹം ഇതിൽ നിന്ന് പ്രിന്റ് മനസ്സിലാക്കണം. നിങ്ങൾ ഇ.പി. ജയരാജനെ വിഷമിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അല്ല, അങ്ങനെയല്ല. ഇ.പി. ജയരാജനെ വിഷമിപ്പിക്കാൻ ഞങ്ങൾ നിൽക്കുന്നതല്ല. പാർട്ടി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തിയിട്ടുണ്ടാവും. ഇലക്ഷനാണ്, പല ആളുകളുമായി ചർച്ച നടത്തി എല്ലാ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പരസ്യമാക്കുക എന്നുള്ളത് ഒരു പാർട്ടിയുടെ നയമല്ലല്ലോ. അതുമായി ബന്ധപ്പെട്ട് ആധികാരികമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയേണ്ടത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാണ്. അതിനപ്പുറത്തേക്ക് നമുക്കതിനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ അതിനെ നമുക്ക് എടുക്കാനോ സാധിക്കുന്ന സാഹചര്യമില്ല സാർ. ശരി.